ആക്സസിബിൾ ടെക് വേൾഡ് മലയാളം ഫോർ വിഷ്വലി ഇംപേർഡ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ സാംസങ് വൺ യു ഹോം ആപ്പ് സ്ക്രീൻ വിൻഡോയുടെ മുകളിൽ കാണുന്ന സെർച്ച് ബാർ അഥവാ സെർച്ച് വിത്ത് ഫൈൻഡർ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് വളരെ പെട്ടെന്ന് നോക്കുന്നത് ആപ്ലിക്കേഷൻ വിൻഡോയുടെ മെനു അഥവാ മോർ ഓപ്ഷൻ, അതോടൊപ്പം എങ്ങനെ ആപ്സ് സോർട്ട് ചെയ്യാം അഥവാ എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നീ രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ആപ്പ് സ്ക്രീനിൻ്റെ നിലവിലെ അവസ്ഥ നമുക്ക് നോക്കാം. App screen, page 1 of 1, AR zone, auto TTS, calculator, calendar, camera, Chrome, clock, contact, Flickr, Galaxy Store, gallery, board, Gmail, Google, GPay, G-Show, apps, messages, MX player, my files, phone, Play Store, radio, Samsung, settings, Telegram, Vocalizer, voice recall, WhatsApp, WONIC, Yono SBI. ഇത്തരത്തിൽ ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് എൻ്റെ ഫോണിലുള്ള ആപ്പ് സ്ക്രീൻ വിൻഡോയിൽ നിലവിൽ ആപ്ലിക്കേഷൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ABCD ക്രമത്തിലാണ്. എന്നാൽ എങ്ങനെ ഇത്തരം അറേഞ്ച്മെൻറ്റ്സ് ആപ്പ് സ്ക്രീൻ വിൻഡോയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന് നോക്കാം. ഇതിനായി ആപ്പ് സ്ക്രീനിൻ്റെ വലതുഭാഗത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് അഥവാ മോർ ഓപ്ഷൻസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആപ്പ് സ്ക്രീൻ വിൻഡോയുടെ മെനു ഓപ്പണായി. ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ആണുള്ളത് നോക്കാം. ഏറ്റവും മുകളിൽ സോർട്ട്, സെറ്റിംഗ്സ്. ഇങ്ങനെ 2 ഐറ്റംസ് മാത്രമാണുള്ളത്, സോർട്ട്, സെറ്റിംഗ്സ്. സെറ്റിംഗ്സ് മീൻസ് ഹോം സ്ക്രീൻ സെറ്റിംഗ്സ് ആണ്, അഥവാ വൺ യു ഹോമിൻ്റെ ബേസിക് സെറ്റിംഗ്സ് ഒക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സെറ്റിംഗ്സ് നമുക്ക് വരും വഴിയെ പരിചയപ്പെടാം. ഇന്നേതായാലും സോർട്ട് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. നിലവിൽ ഞാൻ ആപ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്, അഥവാ ABC ക്രമത്തിലാണ് എൻ്റെ ഫോണിൻ്റെ ആപ്പ് സ്ക്രീൻ വിൻഡോയിൽ ആപ്സ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ റോസ് ആൻഡ് കോളംസ് ആയിട്ട് ആപ്സ് ക്രമീകരിച്ചിട്ടുണ്ട്. നിലവിൽ 5 കോളംസ് ആൻഡ് 6 റോസ്. 5x6 എന്ന ഗ്രിഡ് ഓപ്ഷനാണ്, അഥവാ ഗ്രിഡിൻ്റെ വലിപ്പം 5 കോളവും 6 റോ. 30 ആപ്ലിക്കേഷൻ വരെ എനിക്കൊരു പേജിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ അറേഞ്ച് ചെയ്യുന്ന ആപ്സ് എല്ലാം തന്നെ നിലവിൽ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. ABCD ക്രമത്തിൽ എത്ര പേജ് ഉണ്ടെങ്കിലും ആ ഒരു ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്യപ്പെടുക. എന്നാൽ ഈ ഓർഡർ കസ്റ്റം ഓർഡറിലേക്ക് മാറ്റാനും സാധിക്കും. എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി സോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. കസ്റ്റം ഓർഡർ. നിലവിൽ കസ്റ്റം ഓർഡർ നോട്ട് സെലക്റ്റഡ് ആണ്. ആൽഫബറ്റിക്കൽ ഓർഡറാണ് സെലക്ട് ആയിട്ടുള്ളത്. ഇനി ആപ്സ് ക്രമീകരിച്ചിരിക്കുന്നത് കസ്റ്റം ഓർഡറിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ കസ്റ്റം ഓർഡർ, നിലവിൽ അത് നോട്ട് സെലക്റ്റഡ് ആണ്. ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്താൽ മതിയാവും. ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫോക്കസ് തിരികെ ആപ്പ് സ്ക്രീൻ വിൻഡോയിലെത്തും. നോക്കാം. ഞാനൊരു ഡബിൾ ടാപ്പ് ചെയ്യാണ്. വൺ യു ഐ ഹോം സോർട്ട് ഓപ്ഷനിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഫോക്കസ് തിരിച്ച് ആപ്പ് സ്ക്രീൻ വിൻഡോയിൽ എത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ആപ്സ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. തൊട്ട് മുമ്പ് ABC ക്രമത്തിലായിരുന്നു. Chrome, apps, auto TTS, Gmail, my files, settings, Google, radio, Play Store, voice recorder, Galaxy Store, Flickr, phone, messages, camera, gallery, G-Show Plus, clock, board, contacts, GPay. ഈ ഒരു ക്രമത്തിലാണ് കസ്റ്റം ഓർഡർ വന്നിരിക്കുന്നത്. അതായത് ഒന്നിനും കൃത്യമായൊരു ഓർഡർ ഇല്ല. A കഴിഞ്ഞ് C, then A, M, ഇങ്ങനെ എന്തൊക്കെയോ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ വൺ യു ഐ ഹോം ലോഞ്ചർ തന്നെ ഒരു കസ്റ്റം ഓർഡർ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഈ കസ്റ്റം ഓർഡർ ഉപയോഗിക്കുന്നത് കൊണ്ട് അത് ഓരോ യൂസറുടെയും താല്പര്യമാണ്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. അതായത് പെട്ടെന്ന് ഒരു ആപ്ലിക്കേഷൻ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ, അതായത് ഹോം സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടില്ലാത്ത ഒരു ആപ്ലിക്കേഷൻ പെട്ടെന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ കസ്റ്റം ഓർഡർ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആൽഫബറ്റിക്കൽ ഓർഡറിലേക്ക് സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്യുന്നതിനായിട്ട് മെനു ഓപ്പൺ ചെയ്യുന്നു. സ്ക്രീനിൻ്റെ ടോപ്പ് റൈറ്റ് കോർണർ മോർ ഓപ്ഷൻ അഥവാ സെർച്ച് ബാറിന് തൊട്ട് വലതുവശത്ത് ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്യുന്നു. മെനു ഓപ്പണായി. ദെൻ സോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. നിലവിൽ സെലക്ട് ആയിരിക്കുന്ന കസ്റ്റം ഓർഡറിലാണ് ഓട്ടോ ഫോക്കസ് വന്നത്. ഫസ്റ്റ് ഐറ്റം കസ്റ്റം ഓർഡറാണ്. നിലവിൽ അതാണ് സെലക്ട് ആയിട്ടുള്ളത്. ആൽഫബറ്റിക്കൽ ഓർഡർ നോട്ട് സെലക്റ്റഡ് ആണ്. എനിക്ക് ആൽഫബറ്റിക്കൽ ഓർഡറാണ് വേണ്ടത്. ഞാനിവിടെ ഡബിൾ ടാപ്പ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി ഫോക്കസ് ആപ്പ് സ്ക്രീൻ വിൻഡോയിൽ തിരിച്ചെത്തി. ഇനി നോക്കാം. Auto TTS, calculator, calendar, camera, Chrome, clock,
Contact, Flickr, Galaxy Store, Gallery, Board, Gmail, Google, GPay, G-Show, Maps, Messages, MX Player, My Fire, Phone, Play Store, Radio, Sams, Settings, Telegram, Vocalize, Voice, WhatsApp, Yono SBI. ABCD ക്രമത്തിലേക്ക് തിരിച്ച് ആപ്സ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. രണ്ട് തരം സോർട്ട് ഓപ്ഷനാണ് വൺ യു ഹോം നൽകുന്നത്, അഥവാ കസ്റ്റം ഓർഡർ. ഒരു കൃത്യമായ ക്രമമൊന്നും ഉണ്ടാവില്ല. ആൽഫബറ്റിക്കൽ ഓർഡർ, അക്ഷരമാല ക്രമത്തിൽ അസെൻഡിങ് ഓർഡറിൽ നമുക്ക് ആപ്സ് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇത്രയുമാണ് ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത്. താങ്ക് യു. Hi there. Thanks for watching. If you liked the video, please press the like button, or if you don't like the video, don't mind, please press the dislike button. If you haven't subscribed our channel, please press the subscribe button. Also, please press the red color bell icon and click all to get the notification when I am uploading new videos. You are requested to comment your opinion in the comment box. And please share this video to your friends to get them also more knowledge about the computer. Thank you.